ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാഞ്ചനയെ കൂട്ടുപിടിച്ച് ഗീതുവിനെ ചതിക്കാനായിട്ട് രാധിക എന്താണ് വഴിയെന്ന് ആലോചിച്ചുകൊണ്ട് ഭയങ്കര പരിശ്രമം. പക്ഷെ സീരിയലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഐഡിയ തൻ്റെ കയ്യിലുള്ളെന്നും അത് തനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചു രാധിക ആകാംക്ഷയോടെ. അപ്പോൾ രാധിക മുഖത്തിടുന്ന ആ ഒരു പൗഡറിനെ കുറിച്ച് പറഞ്ഞു. നീ എന്തിനാ അതൊക്കെ പറയാൻ പോയെന്ന് ചോദിച്ചപ്പം അന്നേരം അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പം അതുകൊണ്ട് ഉപകാരം ഉണ്ടാകാൻ പോവുകയാണെന്ന് പറയുകയാണ് നമ്മുടെ കാഞ്ചന. എന്തുപകാരമാണെന്നാണ് പറയുന്നത്? അതേ, ഇന്ന് വൈകുന്നേരം രാധിക അമ്മയുടെ മുഖത്തിട്ട് തരുന്ന അതേ പൊടി തന്നെ ഗീതുപ്പാപ്പയുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം. ഗീതുപ്പാപ്പയുടെ മുഖത്തിടുന്നതിലേ നമുക്ക് കുറച്ച് വേറെ പൊടി ചേർക്കാമെന്ന് പറഞ്ഞു. വേറെ പൊടി ചേർക്കാനോ? നാളത്തെ ദിവസം ഗീതുപ്പാപ്പ പോകാതിരുന്നാൽ പോരെ? അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്തായാലും ഗീതുപ്പാപ്പയ്ക്കിട്ടുള്ള പണി ഈ കാഞ്ചന കേറ്റു എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന അങ്ങ് പോകും. അപ്പോൾ ഈ കാഞ്ചനയും അതുപോലെ തന്നെ പുള്ളിക്കാരിയും കൂടെ നിന്ന് സംസാരിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ രേഖ മുഴുവനും നിന്ന് കേട്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേഖയ്ക്ക് മനസ്സിലായി ഇത് പണി തരാനുള്ള അല്ലെങ്കിൽ ഗീതുവിനിട്ടുള്ള പണിയാണെന്ന്. വേഗം തന്നെ നമ്മുടെ രേഖ അവിടെ നിന്ന് ഓടി ഗീതുവിൻ്റെ അടുത്ത് ചെന്ന് ഗീതുവിനോട് കാര്യം പറഞ്ഞു. നിനക്ക് പണി വരുന്നുണ്ട് അവറാച്ചാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പണി നമുക്കങ്ങ് ഏറ്റു വാങ്ങിയേക്കാൻ രേഖയേച്ചിന്ന്. ഗീതു, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവർ തരാൻ പോകുന്നത് എന്താണെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട്, എനിക്ക് ആ ബോധം നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് നീ പറയുന്നത്? നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും അവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതേന്നേ, അതൊക്കെ എനിക്കറിയാം രേഖച്ചി. അതുകൊണ്ട് തന്നെ വൈകുന്നേരം തരുന്ന പൊടിയിൽ നമുക്ക് ചില കൃത്രിമങ്ങൾ ഒപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. രേഖച്ചൻ്റെ കൂടെ തന്നെ കാണില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നീ പ്രത്യേകിച്ച് ചോദിക്കണം. എന്താവശ്യത്തിനാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട, അതെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കാര്യങ്ങളെന്നും പറഞ്ഞു നമ്മുടെ രേഖയോട് ഗീതു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു. ഇതൊന്നും അറിയാതെ കസ്തൂരി മഞ്ഞളോ ആ ഒരു പൊടി എടുത്തിട്ട് നമ്മുടെ രാധികയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കാഞ്ചന. അതോടൊപ്പം തന്നെ ഗീതുവിന് വേണ്ടുന്നതും റെഡിയാക്കുന്നു. ഈ സമയം നമ്മുടെ രേഖയും ഗീതുവും കൂടി വന്ന് അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊടികൾ രണ്ട് പാത്രത്തിൽ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഞ്ചന എന്ത് ചെയ്തു? അതിൽ ഗീതുവിന് കൊടുക്കാനുള്ള പൊടിയിൽ കുറച്ച് മുളക് പൊടിയോ കുറച്ച് ചൊറിയണമോ അങ്ങനെ കുറച്ചങ്ങ് ചേർത്തു. അപ്പോൾ അങ്ങനെ അത് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഏത് പാത്രത്തിലാണെന്നുള്ള കാര്യം കണ്ടല്ലോ. വേഗം തന്നെ എല്ലാം മിക്സ് ചെയ്ത് ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഇവരിൽ ഒരാൾ, അതായത് ഗീതു അങ്ങോട്ടേക്ക് കടന്നു ചെന്നു, രേഖ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. രേഖ അങ്ങ് കടന്നു ചെന്നപ്പോഴത്തേക്കും കാഞ്ചനയ്ക്ക് വെപ്രാളം കയറി. എന്ത് ചെയ്യണമെന്നറിയില്ല. കാഞ്ചന ഇങ്ങനെ നിന്ന് വെപ്രാളപ്പെടുക. ആ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വന്നു. എനിക്കുള്ള പൊടി റെഡിയായോ എന്നും ചോദിച്ച്. അപ്പോൾ കാഞ്ചന പറഞ്ഞു റെഡിയായി. അപ്പോഴേക്കും എന്തേ നമ്മുടെ ഗീതു ഒരിക്കലും ഇല്ലാത്തതുപോലെ നിർത്തി അങ്ങ് വർത്താനം അങ്ങ് തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ രേഖ പാത്രങ്ങൾ തമ്മിൽ മാറ്റി വെച്ചു. ഗീതുവിന് കൊടുക്കാനുള്ളതിൻ്റെ സ്ഥാനത്ത് അവിടെ രാധികയ്ക്ക് കൊടുക്കാനുള്ളതും വെച്ചു, രാധികയ്ക്ക് കൊടുക്കാനുള്ളതിൻ്റെ സ്ഥാനത്ത് ഗീതുവിനുള്ളതും വെച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നും അല്ലാത്തതുപോലെ സംസാരമൊക്കെ കഴിഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കാഞ്ചനക്കായ് എനിക്കുള്ളത് വേഗം കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഗീതു പോകുന്നത്. ശരി ഗീതു പാപ്പാ എന്ന് കാഞ്ചനയുടെ വക. കാഞ്ചന എന്നിട്ട് ഇതൊന്നും അറിയാതെ വന്ന ബുദ്ധി അത് എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഗീതുവിന് തന്നെ കൊടുത്തു. അതായത് നല്ല പൊടി ഗീതുവിന് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് നേരെ രാധികയുടെ അടുത്തേക്ക് ചെന്നു. അതേ, ഗീതു പാപ്പ നാളെ രാവിലെ തന്നെ പോകുമല്ലോ അല്ലേ? പോകാതിരിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആക്കി സംസാരമൊക്കെ നടത്തിയിട്ട് ആശാത്തി പോകുന്നത്. ഞാൻ പോകും കാഞ്ചനാക്ക, ഉറപ്പായിട്ടും ഞാൻ പോകും നമ്മുടെ ഗീതു വന്നിട്ട് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വളരെ രസകരമായി സംസാരിച്ചിട്ട് ഗീതു പൊടിയായിട്ട് അകത്തേക്ക് പോയി. അപ്പോഴേക്ക് രേഖ അങ്ങോട്ടേക്ക് വന്നു. എന്താ എല്ലാം ഏറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഡബിൾ ഓക്കെ ആണെന്നും പറഞ്ഞ് ഗീതു രേഖയോട് പറയാം. ഇതെല്ലാം കഴിഞ്ഞ് രാധികയുടെ അടുത്തേക്ക് കാഞ്ചന ചെല്ലുന്നു ഈ പൊടികളുമായിട്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയായി? ഗീതുവിന് പറ്റിയ പണിയല്ലേ, അല്ല ഗീതുവിനുള്ള പണിയല്ലേ, അത് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം ഞാനല്ലേ ഏറ്റത്, അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും, അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീട്ടി ഡയലോഗ്. ആ ഡയലോഗും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ സമയം കളയണ്ട, വേഗം തന്നെ മുഖത്തിട്ട് ഒരച്ചോളാൻ പറഞ്ഞു രാധിക പറഞ്ഞു തീർന്നില്ല. നമ്മുടെ കാഞ്ചനിട്ട് ഒര തുടങ്ങി മുഖത്തേക്ക് ഈ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത്. അങ്ങനെ മുഖത്തിട്ട് ഒരച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചെറിയ അസ്വസ്ഥതകളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ തോന്നി തുടങ്ങി ഈ പറയുന്ന നമ്മുടെ
രാധിക എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആകെ വിറകുക, ചൊറിയുവാണോ പുകയുവാണോ എന്തൊക്കെയോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാധിക ചാടി അങ്ങോട്ട് എഴുന്നേരും. പിന്നെ രാധികയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. പിന്നെ അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ കാഞ്ചനൊക്കെ പേടിച്ച് വരച്ച് നിൽക്കും. പണി കിട്ടി, ഇന്ന് എൻ്റെ പണി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ ഗീതു ലാവിഷായിട്ട് മുഖത്ത് പായ്ക്കൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അപർണികയെ വിളിച്ചിട്ട് അപ്പോഴേക്കും കിച്ചുവിനൊരു പണി കൊടുക്കണമെന്ന് തോന്നി. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് കിഷോർ പണിയെടുത്തേ പറ്റുമെന്ന് ഗീതു പറയാം. അപ്പോൾ ഈ കാര്യം അപർണിക നേരെ ചെന്ന് കിഷോറിനോട് പറഞ്ഞപ്പോൾ കിഷോർ അമ്പിനും വില്ലിനും എടുക്കില്ല. എനിക്ക് പറ്റില്ല, രാത്രിയൊന്നും ഇരുന്ന് ഞാനങ്ങനെ വർക്ക് ചെയ്യില്ല, എനിക്കങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് കിഷോർ പറയുന്നത്. അപ്പം നമ്മുടെ അപർണിക പറഞ്ഞത്, നീയല്ല തീരുമാനിക്കുന്നത്, ഇന്ന് രാത്രി മുഴുവൻ നീ സിസ്റ്റത്തിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നാളെ അത് അവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുമെന്ന് ഞാൻ ഗീതാഞ്ജലിക്ക് വാക്ക് കൊടുത്തു. ഗീതാഞ്ജലിയുടെ മുന്നിൽ എനിക്ക് നാണം കെടാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നും പറഞ്ഞ് അപർണിക അവിടെ നിന്ന് പോവുക. അതും പറഞ്ഞ് അപർണിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചുവിന് മനസ്സിലായി കിച്ചുവിനായിട്ടുള്ള പണിയായിരുന്നു. കിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കും, ഇത് എനിക്കിട്ടുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലായി, അവൾ മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു കിച്ചു ഇങ്ങനെ അവിടെ നിന്ന് ഈ രീതിയിൽ ചിന്തിക്കുന്നു. എന്തായാലും ഗീതുവിനിട്ടുള്ള പണി ഒരെണ്ണം കൊടുത്തേ മതിയാകുമെന്ന് കിച്ചു അവിടെ നിന്ന് ചിന്തിക്കുക. പക്ഷേ കിച്ചു മനസ്സിൽ കാണുമ്പോൾ ഗീതു അത് മാനത്ത് കാണുമെന്നുള്ള കാര്യം കിച്ചുവിന് അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് വീട്ടിൽ കിടന്ന് പണിയെടുത്ത് നടു ഓടിഞ്ഞു ഭദ്രനും ഭാര്യയ്ക്കും. അങ്ങനെ കൈ കിട്ടിയ കാശ് മുഴുവൻ അനാഥാലയത്തിൻ്റെ പേരിൽ അത് പോവുകയും ചെയ്തു, ബാക്കി ലാവിഷ് അടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടെണ്ണങ്ങളുടെ അവിടെ നിന്ന് അരക്കലും തുടയ്ക്കലും അതുപോലെ തന്നെ നെല്ലുകുത്തലും അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പെട്ടെന്ന് തന്നെ ഗീതുവിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ഡി വിലാസിനി, നിങ്ങൾക്ക് എന്താ പറയാനുള്ള, അടുത്ത എന്തെങ്കിലും പൊല്ലാപ്പാണോ എന്ന് ചോദിച്ചു. പൊല്ലാപ്പൊന്നുമല്ല, നമ്മളെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആരുടെ സൈഡാണ് നിൽക്കുന്നത്? നമ്മളാരുടെ സൈഡാണ്? ഗീതുവിൻ്റെ സൈഡ് ആണല്ലോ. നമ്മൾ ഗീതുവിൻ്റെ സൈഡായ സ്ഥിതിക്ക് നമ്മളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഗീതുവിനാണെന്ന് വിലാസിനി പറയുന്നു. ആണല്ലോ, നീ അത് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. അതിനിപ്പോൾ എന്താ എന്താ ചെയ്യേണ്ടതെന്നാണ് നിങ്ങളീ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഗീതുവിനെ വിളിച്ചിട്ട് നമുക്കൊരു 50 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാൻ ഗീതുവിനോട് പറയണ്ടേ? അതല്ലേ അതിൻ്റെ ന്യായം? അത് ചെയ്യേണ്ടത് അവളുടെ മര്യാദയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെ ചെയ്യേണ്ടത് മര്യാദയാണ് എന്ന് വിലാസിനി. എന്നാൽ ഇനി ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ ഗീതുവിനെ വിളിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പൈസ, അതായത് ഒരു 50 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാനായിട്ട് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്ന് പ്ലാൻ ഇടുക. ഇതും കൊണ്ട് അങ്ങ് ചെന്നാൽ മതി, വയറ് നിറച്ച മകളെ അങ്ങ് കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും രസകരമായ എപ്പിസോഡുമായിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.